വീരർത്തൻ ഗാഥ ചൊല്ലാനായി ദേശഭക്തി മനസ്സിൽ നമ്മിൽ ജ്വലിപ്പാനായി ഇതാ വന്നല്ലോ കൃഷ് കൃഷ് ബാൾട്ടി ബോയ് ഭാരത് ഹൈ കൃഷി ആശ്വാസമായിട്ട് ഉറങ്ങാണ്. ശരി, ഇപ്പൊ ഞാൻ പോയി നല്ലോണം സൂയിക്കട്ടെ. നട്ടുച്ചയ്ക്ക് ആരെങ്കിലും ഇങ്ങനെ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുവോ? എന്ത് പണിയാടാ, നല്ലൊരു സ്വപ്നം കണ്ട് ഉറങ്ങിയായിരുന്നു ഞാൻ. ആവശ്യമില്ലാത്ത സമയത്ത് വന്ന് എഴുന്നേൽപ്പിച്ചു. സ്വപ്നോ? എന്ത് സ്വപ്നം കണ്ടത്? നമ്മുടെ സംസ്കൃതിയെ നന്നായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന കൊണ്ട് എനിക്കും ബൾട്ടി ബോയ്ക്കും ട്രിഷിനും ഒരു അവാർഡ് കിട്ടിയെന്നാ കണ്ടത്. ഞങ്ങൾ അവാർഡ് വാങ്ങിക്കാൻ പോവുകയായിരുന്നു. അപ്പോഴാണ് ഈ കഴുത വന്ന് എന്നെ എഴുന്നേൽപ്പിച്ചത്. അവാർഡോ? സോ സോറി. ഇനി കിടന്ന് ഉറങ്ങിക്കോ ക്രിഷ്. നിന്റെ സ്വപ്നത്തിനായാലും കുഴപ്പമില്ല, എനിക്കൊരു അവാർഡ് മേടിച്ചു തന്നാ മതി. അത് ശരി. സംസ്കൃതിയുടെ അർത്ഥം എന്താണെന്ന് അറിയോ നിനക്ക്? ആർക്കാണ് സംസ്കൃതി അറിയാത്തത്? സ്റ്റോറി മോഡ് സ്വിച്ച് ഓൺ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് കഥകൾ കാണിച്ചു തരുന്നത് അങ്ങേരല്ലേ? അതല്ല, നമുക്ക് നമ്മുടെ സംസ്കൃതിയോട് തന്നെ ചോദിക്കാം. സംസ്കൃതി നമുക്ക് പറഞ്ഞു തരാവോ? സംസ്കൃതി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന്? ഹേയ് സംസ്കൃതി, ഇൻഫോ മോഡ് ഓൺ. സംസ്കൃതി എന്ന് പറയുന്നത് ജനങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ, അവരുടെ ആചാരങ്ങൾ, അവരുടെ ചിന്തകൾ, മതങ്ങൾ, ആഘോഷങ്ങൾ, പാരമ്പര്യം, ചരിത്രം. ജനങ്ങളുടെ സംസ്കൃതി അവരുടെ ആർട്ട്, ഡാൻസ്, അവരുടെ മ്യൂസിക്, ആർക്കിടെക്ചർ എന്നിവയിലും പ്രതിഫലിക്കും. ഇൻ ഷോർട്ട്, സംസ്കൃതിയുടെ അർത്ഥം ജനങ്ങളുടെ സംസ്കാരം എന്നതാണ്. എന്റെ അമ്മോ, നീ ഇതെങ്ങനെ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നേ? ഞാനല്ല, ജനങ്ങളാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് സംസ്കാരത്തിന്റെ സംരക്ഷക ദേവി അഹല്യബായി ചെയ്തതുപോലെ. ഇൻഡോറിന്റെ റാണി അഹല്യബായി ഹോൾക്കർ. യെസ്. അവരുടെ കഥ ഞങ്ങളെ കേൾപ്പിക്കൂ സംസ്കൃതി. അവരുടെ കഥ മറ്റു ഹീറോകളിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ളതാണ്. എങ്കിൽ പിന്നെ അത് കേട്ടുകളയാം. സംസ്കൃതി സ്റ്റോറി മോഡ് ഓൺ. റാണി അഹല്യബായി ഹോൾക്കർ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിൽ 1725 മെയ് 31 ജനിച്ചത്. റാണി ഇൻഡോറിനെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രതീകമായി മാറ്റി. അവരുടെ സംസ്കാരത്തിന്റെ കൊടിക്കുറ പാറിച്ചു. പക്ഷേ ഇതത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഇൻഡോർ ഭരിച്ചിരുന്നത് മൽഹാർ റാവു ഹോൾക്കർ ആയിരുന്നു. അവർ യുദ്ധത്തിരക്കിലായിരുന്നപ്പോൾ രാജ്യത്തിന്റെ മറ്റു കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് മരുമകൾ അഹല്യബായിയും ദിവാൻ ഗംഗാധർ റാവുമായിരുന്നു. മൽഹാർ റാവു തന്റെ കാലശേഷം മരുമകൾ അഹല്യബായി ഇൻഡോറിന്റെ സിംഹാസനം ഏറ്റെടുക്കണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ അവർ മരിച്ചപ്പോൾ ഗംഗാധർ റാവു പേഷ്വാ മാധവ് റാവുവിന്റെ അമ്മാവൻ രാഘോബയുടെ സഹായത്തോടെ അഹല്യബായിക്കെതിരെ കലാപം ആരംഭിച്ചു. രാഘോബയും ഗംഗാധർ റാവുവും തങ്ങളുടെ സൈന്യവുമായി യുദ്ധഭൂമിയിൽ അഹല്യയോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല ഗംഗാധർ റാവു. ഇൻഡോറിലെ സിംഹാസനത്തിൽ ഒരു സ്ത്രീ ഇരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. പക്ഷെ അതത്ര എളുപ്പമല്ല. മറാഠയിലെ സർദാർമാരെല്ലാം അഹല്യബായെ വളരെയധികം ബഹുമാനിക്കുന്നുണ്ട്. നീ വിഷമിക്കേണ്ട. ഈ യുദ്ധം ഒരു വിരൽ ഞൊടിക്കുമ്പോഴേക്കും അവസാനിച്ചിരിക്കും. രാഘോബയും ഗംഗാധർ റാവുവും തമ്മിൽ ഈ സംഭാഷണം നടക്കുമ്പോൾ അഹല്യബായി തന്റെ ആനപ്പുറത്ത് കയറി യുദ്ധക്കളത്തിലെത്തി. വെറും കൈയോടെയാണോ വന്നിരിക്കുന്നത്? നിങ്ങൾ ആയുധമൊന്നും എടുത്തിട്ടില്ലേ? ഇത് ഉജ്ജയിനിയിൽ നിന്നും മഹാദജി ഷിൻഡെയുടെ സന്ദേശമാണ്. അദ്ദേഹത്തിന് എന്റെ പട്ടാഭിഷേകത്തോട് യാതൊരു എതിർപ്പുമില്ല. ഈ സന്ദേശം ബറോഡയിലെ ഭരണാധികാരി ഗേക്വാദിന്റേതാണ്. പിന്നെ ഇത് നാഗ്പൂരിൽ നിന്നും ജാനോജി ഗോസ്ലെയുടേതും. ഇവരെല്ലാം എന്നെ സഹായിക്കാൻ അവരുടെ സൈന്യത്തെ അയക്കാനും തയ്യാറാണ്. എന്നെ ഈ സന്ദേശങ്ങൾ കാണിച്ച് പേടിപ്പിക്കുകയാണോ? രാഘോബ, അങ്ങ് വില്ലാളി വീരനാണ്. അങ്ങ് ആരെയും ഭയപ്പെടുന്നില്ലെന്നും അറിയാം. പക്ഷെ എനിക്കിപ്പോ അങ്ങയോട് സഹതാപമാണുള്ളത്. എന്റെ ഈ ചെറിയ സേനയെ പരാജയപ്പെടുത്തിയാൽ അങ്ങയ്ക്ക് യാതൊരു പ്രശംസയും കിട്ടില്ല. പക്ഷെ ഞങ്ങളോട് പരാജയപ്പെട്ടാൽ അത് അങ്ങയ്ക്ക് വല്ലാത്ത അപമാനമായിരിക്കും. ഒരുപാട് ആലോചിക്കേണ്ട കാര്യമില്ല രാഘോബ. അങ്ങ് പരാജയപ്പെടുകയാണെങ്കിൽ ഞാൻ പേഷ്വായോട് പറഞ്ഞേക്കാം അങ്ങ് വളരെ ധീരനായി പോരാടിയെന്ന്. അതെ രാഘോബ, പേഷ്വായും എന്നോടൊപ്പമാണ്. അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഞാൻ അഹല്യബായി ഹോൾക്കർ ഇൻഡോറിന്റെ കാര്യങ്ങൾ നോക്കണമെന്നാണ്. ദേവി, അവിടുന്ന് ഏത് യുദ്ധത്തിന്റെ കാര്യമാണ് പറയുന്നത്? ഞാനിവിടെ വന്നത് അവിടത്തെ പട്ടാഭിഷേകത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ദേവി.
അഹല്യഭായിയുടെ രാജാഭിഷേകം വളരെ ഗംഭീരമായി നടന്നു. രാജകൊട്ടാരത്തിൽ വെച്ച് പണ്ഡിതൻ അവരുടെ പരമ്പരാഗത വാൾ അവർക്ക് നൽകിയപ്പോൾ എല്ലാവരും പുഷ്പവൃഷ്ടി നടത്തി. റാണി അഹല്യാബായി ഹോൾക്കർ കീ ജയ്! റാണി അഹല്യാബായി ഹോൾക്കർ കീ ജയ്! റാണി അഹല്യാബായി ഹോൾക്കർ കീ ജയ്! അഹല്യഭായി ഈ ഗൂഢാലോചനയ്ക്ക് പകരം വീട്ടിയിരിക്കും. ഞാൻ പേഷ്വയുടെ ഇളയച്ചനാണ്. ഞാൻ രക്ഷപ്പെട്ടിരിക്കും. നിന്റെ കാര്യം എന്താവും ഗംഗാധർ റാവു? ഗംഗാധർ റാവു, ഇങ്ങോട്ട് വരൂ. എനിക്ക് മാപ്പ് തരണം റാണി. അവിടുന്ന് എന്ത് ശിക്ഷ തന്നാലും ഞാനത് സ്വീകരിക്കാം. ഉറപ്പായിട്ടും ശിക്ഷ കിട്ടിയിരിക്കും ഗംഗാധർ റാവു. അവിടുന്ന് ഇൻഡോറിന്റെ ദിവാനായിരുന്നു. ഇനിയും അതേ സ്ഥാനത്ത് തന്നെ തുടരണം. അവിടുന്ന് ശരിക്കും ഒരു ദേവിയാണ് അഹല്യഭായി. എത്ര പെട്ടെന്നാണ് ചതിയനെ വിശ്വസ്തനാക്കി മാറ്റിയത്. യുദ്ധതന്ത്രത്തിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും സമർത്ഥയായിരുന്നു. വാട്ട് എ മാസ്റ്റർ സ്ട്രോക്ക്. പിന്നെന്താ ഉണ്ടായത്? അധികാരമേറ്റയുടനെ അഹല്യാബായി ഇൻഡോറിൽ സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതിനാദ്യം റാണി സ്വന്തം രാജ്യത്തിലെ നിയമവ്യവസ്ഥകൾ കൂടുതൽ ശക്തമാക്കി തീർത്തു. ദേവി, അവിടുന്ന് പുലർച്ചെ മുതൽ ജനങ്ങളുടെ പരാതികൾ കേൾക്കുകയാണ്. കുറച്ചുനേരം വിശ്രമിച്ചുകൂടെ? ജനങ്ങൾക്ക് സമയത്ത് നീതി കിട്ടാത്ത രാജ്യത്ത് ശാന്തി പുലർത്താൻ സാധിക്കുകയില്ല ഗംഗാധർ റാവു. എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി. എന്റെ വീടാണെങ്കിൽ അവിടുത്തെ സൈനികരെ തട്ടിയെടുക്കുകയും ചെയ്തു. നിങ്ങളൊരു വിധവയാണ്. നിങ്ങൾ കാൺമക്കൾ ആരുമില്ല. നിയമപ്രകാരം നിങ്ങളുടെ സമ്പത്ത് മുഴുവനും രാജ്യത്തിനുള്ളതാണ്. ഈ നിയമം തെറ്റാണ്. ഇന്നു മുതൽ ഇൻഡോറിൽ ഒരു വിധവയുടെയും സമ്പത്ത് തട്ടിയെടുക്കാൻ പാടില്ല. ഇവരുടെ വീട് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു കൊടുക്കണം. യെസ്, ഇക്വാലിറ്റി ഓഫ് റൈറ്റ്സ്. അതും 18-ാം നൂറ്റാണ്ടിൽ. ഇക്വാലിറ്റിയിലും മാത്രമല്ല, അഹല്യാബായി പബ്ലിക് സർവീസിലും ചാമ്പ്യനായിരുന്നു. റാണി ജനസേവയെ ശാന്തിക്ക് വേണ്ടിയുള്ള യുദ്ധത്തിൽ ഒരു ആയുധമായി പ്രയോഗിച്ചു. പാതകളും ധർമ്മശാലയും എല്ലാം സ്ഥാപിക്കുന്നതിന് ഒരുപാട് പണം ആവശ്യമായി വരും ഗംഗാധർജി. അതിനിപ്പോ പ്രശ്നം എന്താണ്? ദേവി, ഒരു രാജാവിന്റെ കയ്യിലുള്ള സമ്പത്തിനെ ആശ്രയിച്ചാണ് ആ രാജാവിന് ബഹുമാനം ലഭിക്കുന്നത്. ഇൻഡോറിന്റെ സമ്പത്ത് അത് ഭരിക്കുന്നവർക്കുള്ളതല്ല, അവിടുത്തെ ജനങ്ങൾക്കുള്ളതാണ്. ഗംഗാധർ റാവു, എല്ലാ ഗ്രാമങ്ങളിലും പാതകളും ധർമ്മശാലകളും നദിയിലേക്കുള്ള പടവുകളും നിർമ്മിക്കണം. ഖജനാവിലെ പണം മുഴുവൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയോ? ഇൻഡോർ അപ്പൊ പാപ്പരായി കാണുമല്ലോ. ഇല്ല, അഹല്യാബായി വളരെ ബുദ്ധിമതിയായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയ പൈസയെല്ലാം തിരിച്ചു പിടിക്കാനായി അഹല്യാബായിക്ക് വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അവരുടെ രാജ്യത്ത് വ്യാപാരികൾക്ക് വ്യാപാരം ചെയ്യാൻ വളരെ എളുപ്പമാക്കി തീർത്തു. എന്ന് വെച്ചാ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അതിന്റെ ഫലമായി ദൂരദേശങ്ങളിൽ നിന്ന് പോലും വ്യാപാരികൾ ഇൻഡോറിലേക്ക് വന്നു ചേർന്നു. അവർ കൊടുത്ത നികുതി പണം കൊണ്ട് ഇൻഡോറിന്റെ ഖജനാവ് നിറഞ്ഞു തുടങ്ങി. ഇത് മാത്രമല്ല, ഇതിനുശേഷം റാണി അവിടുത്തെ സംസ്കാരത്തിന്റെ പുനർനിർമ്മാണത്തിൽ പൂർണ്ണമായും വ്യാപൃതയായി. ദേവി, അവിടുന്ന് നിർദ്ദേശിച്ച പ്രകാരം ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു പുതിയ തരത്തിലുള്ള സാരി നിർമ്മിച്ചിട്ടുണ്ട്. ഇത് വളരെ മനോഹരമായിരിക്കുന്നു. ഇന്നു മുതൽ ഈ സാരി മാഹേശ്വരി എന്നറിയപ്പെടും. അവിടുന്ന് ജയിച്ചിരിക്കുന്നു ദേവി, നാം തോറ്റിരിക്കുന്നു. ദേവി, നിങ്ങളെ എല്ലാവരെയും മണ്ഡുവിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഇവിടെ താമസിപ്പിച്ചപ്പോൾ എനിക്കതിന്റെ കാരണം മനസ്സിലായില്ലായിരുന്നു. അപ്പോൾ ദേവി എന്നോട് പറഞ്ഞു, വിവിധ കലകൾ തമ്മിൽ സംഗമിച്ചു കഴിയുമ്പോൾ പുതിയ ഒരു കല ജനിക്കുമെന്ന്. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. പ്രാചീന കലകളെ രക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ പുതിയ കലകളെ പരിപോഷിപ്പിക്കേണ്ടതും നമ്മുടെ കർത്തവ്യമാണ്. അപ്പോഴേ നമുക്ക് നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അത് നമ്മൾ ദൂരദേശങ്ങളിലേക്ക് എത്തിക്കുകയും വേണം. ദേവി, ഞങ്ങൾ പുതിയ സാരിയൊക്കെ ഉണ്ടാക്കി. പക്ഷെ ഇതൊക്കെ ആര് മേടിക്കും? ഈ സാരിയെ പറ്റി ഇവിടെ ആർക്കും അറിയില്ലല്ലോ. ഗംഗാധർ റാവു, ഇന്നു മുതൽ ഇൻഡോറിലെ എല്ലാ അതിഥികൾക്കും മാഹേശ്വരി സാരി സമ്മാനമായി നൽകണം. ഞാനും ഇന്നു മുതൽ ഈ സാരി ആയിരിക്കും ഉപയോഗിക്കുന്നത്. വേറെ ലെവൽ ബ്രാൻഡിംഗ്. മഹേശ്വരി സാരികൾ ഇന്നും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. മഹേശ്വരി ഫാബ്രിക്കിന്റെ തലക്കെട്ടുകളും ഉണ്ട്. ഇനി നമുക്ക് അഹല്യാബായിയുടെ മെഗാ പ്രൊജക്ടിനെ കുറിച്ച് മനസ്സിലാക്കാം. റാണി ഭാരതത്തിന്റെ മുക്കിലും മൂലയിലും ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. പക്ഷേ ഗംഗാധർ റാവു ഇതിൽ അസംതൃപ്തനായിരുന്നു. ദേവി, നിസാമിന്റെ മറുപടി വന്നിട്ടുണ്ട്. ദേവിക്കിനി അവിടെയും ക്ഷേത്രങ്ങൾ നിർമ്മിക്കുവാൻ സാധിക്കുന്നതാണ്. താങ്കളുടെ മുഖത്തൊരു സന്തോഷവുമില്ലല്ലോ ഗംഗാധർ റാവു. ദേവി, അവിടുത്തെ മുൻഗാമി മൽഹാർ റാവു രാജതന്ത്രങ്ങളോടൊപ്പം മറ്റൊരു കാര്യം കൂടി പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഡോറിന്റെ ഖജനാവിനെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. അദ്ദേഹം പഠിപ്പിച്ചതും ഈ സന്ദേശവും തമ്മിൽ എന്ത് ബന്ധമാണ് ഗംഗാധർ റാവു? നമ്മൾ ഇൻഡോറിന്റെ പണം കൊണ്ട് മറ്റുള്ള രാജ്യങ്ങളിൽ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നത് എന്തിനാണ്? ഗംഗാധർ റാവു, ക്ഷേത്രങ്ങൾ നിർമ്മിക്കാനാണോ പണം കൂടുതൽ ചെലവാകുന്നത്, അതോ യുദ്ധത്തിനാണോ?
ആ മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ രാജ്യങ്ങൾ പിന്നെ ഇൻഡോറിനെ ഒരിക്കലും ആക്രമിക്കില്ല. നമ്മുടെ രാജ്യത്ത് ശാന്തിയും സംസ്കാരവും സുരക്ഷിതമായിരിക്കും. ആഹാ, എന്താ ഡിപ്ലോമസി! ദേവി അഹല്യബായി ഇൻഡോർ ഭരിച്ചിരുന്ന കാലം അത്രയും മറ്റൊരു രാജ്യവും ഇൻഡോറിനെ ആക്രമിച്ചില്ല. ദേവി എണ്ണമറ്റ ക്ഷേത്രങ്ങളും കൽപ്പടവുകളും ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു. കാശി വിശ്വനാഥ ക്ഷേത്രവും സോമനാഥ ക്ഷേത്രവും ദേവി പുനർനിർമ്മിച്ചു. റാണിയുടെ ഭരണത്തിൻ കീഴിൽ സംസ്കാരം പൂത്തുലഞ്ഞതിന്റെ സൗരഭ്യം രാജ്യത്ത് ഇന്നും പരന്നുകൊണ്ടേയിരിക്കുന്നു. ദേവി അഹല്യബായിയുടെ ബഹുമാനാർത്ഥം ഇൻഡോറിലെ എയർപോർട്ടിന്റെ പേര് ദേവി അഹല്യബായി ഹോൾക്കർ എയർപോർട്ട് എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. 1996 ദേവിയുടെ ബഹുമാനാർത്ഥം ഒരു പോസ്റ്റൽ സ്റ്റാമ്പും പുറത്തിറക്കി. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഭാരതീയ സംസ്കാരത്തെ സംരക്ഷിക്കേണ്ടത്. അവാർഡ് അവർക്കാണ് കൊടുക്കേണ്ടത്. അപ്പൊ അഭിമാനത്തോടെ പറയൂ, भारत है हम. ഫ്രണ്ട്സ്, ഈ കഥ കേൾക്കുമ്പോ ഇത്രയും ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അത് കാണുമ്പോ എന്ത് രസമായിരിക്കും. ക്രിഷ് ട്രിഷ് ബാൾട്ടി ബോയ് നമ്മുടെ കൂട്ടുകാരെ കാണുക എല്ലാ ഞായറാഴ്ചയും രാവിലെ 11 മണിക്ക് ദൂരദർശനിൽ. നമ്മുടെ സ്ക്രീനിംഗ് പാർട്ട്നേഴ്സ് ആമസോൺ പ്രൈം വീഡിയോയും പിന്നെ നെറ്റ്ഫ്ലിക്സും. സ്റ്റേ ട്യൂൺഡ്.